കുടിക്കുന്നത് മലിനജലം, ചോദിച്ചാൽ ഭീഷണി. 12 വർഷമായി ഈ നാട്ടുകാർ വെള്ളമെടുക്കുന്നത് വൃത്തിയാക്കാത്ത ടാങ്കിൽ നിന്നുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചെറുപുഴയിലെ ഭൂദാനം സങ്കേതത്തിൽ നിന്നുള്ള കാഴ്ച ശരിക്കും പന്ത്രണ്ട് വർഷത്തെ അതിന് ഏറെയായി ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ട്. അപ്പം ഞങ്ങൾ തണലെന്നൊരു കൂട്ടായ്മ ഇവിടെ ഒരു സ്വയം സഹായ സംഘമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ടാങ്ക് വൃത്തിയാക്കി മെമ്പറോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ടുള്ളത്. വൃത്തിയാക്കിയ സമയത്ത് ഞങ്ങൾ ഊരുകൂട്ട് മൂപ്പനെയും അറിയിച്ചിരുന്നു. ഊരുകൂട്ട് മൂപ്പനോട് പറഞ്ഞു കുടിവെള്ള കമ്മിറ്റിക്കാരെയും മെമ്പറെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് മെമ്പറോട് ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സംസാരിച്ച പ്രകാരം മെമ്പർ പറഞ്ഞത് 12 വർഷങ്ങളായ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, എങ്കിൽ നിങ്ങൾ വൃത്തിയാക്കിയിട്ട് നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കും, ആ മീറ്റിങ്ങിലേക്ക് ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ കുടിവെള്ളം പിന്നെ ടാങ്കും കുളവും പരിസരവും വൃത്തിയാക്കിയിട്ടുണ്ടായത്. ഇപ്പോൾ മെമ്പർ പറയുന്നത് കഴിഞ്ഞാകുമ്പോൾ മെമ്പർ പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ഓരോ ഡേറ്റ് മീറ്റിംഗിലേക്ക് പറ്റുള്ളൂ. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഈ മീഡിയനടക്കം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം. മീറ്റിംഗ് വിളിക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്പർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ മീറ്റിംഗ് വിളിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളനി തോറും പോയി പറഞ്ഞു ഞങ്ങളോട് 3-4 ആൾക്കാർ പറഞ്ഞു ഇതുപോലെ പഞ്ചായത്ത് മെമ്പർ കോളനിയിലേക്ക് വരില്ല എന്നും നിങ്ങൾ സംഘക്കാർ വിളിച്ചു കഴിഞ്ഞാൽ വരേണ്ട ആളുമല്ല മെമ്പറെന്ന് പറഞ്ഞു. അങ്ങനെ മെമ്പറിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഈ കോളനിയിലെ 67 വീടും മീറ്റിംഗ് വിളിക്കുകയും ചെയ്തു. എന്നിട്ട് മെമ്പർ ഇപ്പോൾ അവരെ വാക്ക് കേട്ടിട്ട് മെമ്പർ വരാനാവില്ല, ഒരു കാരണമല്ല മെമ്പർ പറയുന്നത്, 100 കാരണങ്ങളാണ് മെമ്പർ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെമ്പറിൻ്റെ കാല് പിടിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി ഞങ്ങൾ. മെമ്പർ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറ്റിച്ചു. ഈ 4 വ്യക്തികൾക്ക് മാത്രം ഇല്ലതല്ല പഞ്ചായത്ത് മെമ്പർ, എല്ലാവർക്കും ഇല്ലതാണ്. കമ്മിറ്റിക്കാരുണ്ട്, അതിന് വെള്ളം തുറക്കാനും പിടിക്കാനും ആരും വരുന്നില്ല. വീടുള്ളവരെന്നാണ് തുറക്കുന്നത്, നമ്മളെന്നെ. പിന്നെ പൈസ പിരിക്കാൻ വരുന്നുണ്ട്, അതെന്താണെന്ന് ശരിക്കും അറിയില്ല. അതിനെ കുറിച്ചിട്ട് വരുന്ന് പിരിച്ചിട്ട് പോകുന്നത്. നിലവിലെ കമ്മിറ്റിക്കാർ മാസാമാസം വന്ന് പൈസ പിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവർ നമുക്ക് കണക്ക് ബോധിപ്പിച്ച് തന്നിട്ടില്ല. കണക്ക് പറയുമ്പോൾ അവർ പറയുന്നത് ആവൂല എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പം ഈ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ വെള്ളത്തിൻ്റെ കമ്മിറ്റിക്കാർ സെക്രട്ടറിയും പ്രസിഡന്റിനും കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ മീറ്റിംഗ് വിളിച്ചോ, പക്ഷെ കണക്ക് ഒരിക്കലും ഞങ്ങൾ ബോധിപ്പിക്കില്ല എന്ന് ഞങ്ങളോട് മുഖത്ത് നോക്കിയിട്ട് തന്നെ ഞങ്ങളോട് പറയുണ്ടായിനി. അപ്പോൾ ഈ മാസം പൈസ പിരിച്ച് കൊണ്ടുപോയാൽ പോരല്ല, ഞങ്ങളെ കണക്കിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾ എത്ര അടക്കാനുള്ളതെന്നും എത്ര ആൾക്കാർ കൊടുക്കാനുള്ളതെന്നും. ഒരു 50 രൂപ വെച്ചിട്ടാണ് ഈ കോളനിയിൽ ഓരോ വീടുകളിൽ നിന്നും അവർ പിരിക്കുന്നത്. അപ്പം 20 റുപ്യ മാത്രമേ വെള്ളത്തിനുള്ളൂ, ബാക്കി 30 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അടിക്കാൻ പോകുന്നവർക്കാണ്. ആ പൈസ പോലും കമ്മിറ്റിക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുണ്ടായി കഴിഞ്ഞ വർഷം. പക്ഷെ അയാൾക്ക് അടിക്കാൻ പോയ ആൾക്ക് വയ്യാത്തത് കൊണ്ട് ഇപ്പം ആരും ഇപ്പം അടിക്കാൻ പോകുന്നവർക്ക് പൈസ കൊടുക്കുന്നില്ല. ആ പൈസ അവരെന്ത് ചെയ്തതെന്നും ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ഞാനടക്കം ആണ് പിന്നെ ഈ സംഘത്തിൻ്റെ അടുത്തുനിന്ന് മെമ്പറെ വിളിച്ചപ്പം മെമ്പർ പറഞ്ഞു ബുധനാഴ്ച ഇന്നലെ പറഞ്ഞ ഇന്ന് പിന്നെ വൈകുന്നേരം മീറ്റിംഗ് വെക്കാം വെച്ചിട്ട് പിന്നെ നാട്ടുകാരോടെല്ലാം പറഞ്ഞ് അതേപോലെ റെഡിയാക്കി വെച്ചതാണ്. അപ്പം ഇന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അവർ പല ഒഴിവ് പറഞ്ഞത്. കാണാൻ പോയപ്പോൾ ചോദിച്ചു, ഇപ്പം ലളിതേശി വന്നോണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുഴപ്പം, പിന്നെ ഇത്രയും ബാലേട്ടൻ ഭരിച്ച സമയത്ത് ഇങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ, ലളിതേശി ഉണ്ടായ സമയത്തല്ലേ നിങ്ങൾക്ക് ഈ ഇളക്കപ്പാട് ഉണ്ടായതെന്ന് പഞ്ചായത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഇന്നലെ പഞ്ചായത്തിലേക്ക് കാര്യം പറയാൻ പോകുമ്പോൾ തന്നെ എടുത്ത ആൾക്കാർ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ടായി. ഞങ്ങൾ ഇന്നലെ വന്ന എന്തിനാണെന്ന് പോലും ചോദിച്ചു. വൈസ് പ്രസിഡന്റും ഞങ്ങളോട് കാര്യം ചോദിച്ചു. പക്ഷെ അത് പുച്ഛത്തോടെ അവർ തള്ളിക്കളയുകയും ചെയ്തിന്. അവർ ഞങ്ങളെ കൂടെ നിന്നിട്ടുമില്ല. ഞങ്ങൾ 2 മാസമായി ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് സംഘത്തിന് മാത്രമല്ല കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ഈ കോളനിയിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംഘം 1 മാസം കൊണ്ട് പൂട്ടിക്കുന്ന പറഞ്ഞത്.
നാട്ടുകാരെല്ലാം അതിനു വേണ്ടി ഒത്തു നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ താളിപ്പം വീട്ടിൽ വിളിച്ചിട്ടാണ് ഞങ്ങളെ ചീത്ത പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇതിനിറങ്ങി പുറപ്പെട്ടതെന്ന്, കുടിവെള്ളം മുട്ടിക്കും അങ്ങനെയല്ലാന്ന് ഇപ്പൊ ഞങ്ങളോട് ചോദ്യം. കാരണം ഇവർക്ക് ഇത്രയും വർഷം വൃത്തിയാക്കാത്ത ടാങ്കില് ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല, നാട്ടുകാരും കണ്ടിട്ടില്ല. ഈ വെള്ളം തന്നെയാണ് അവർ കുടിച്ചതെന്ന് പോലും അവർക്ക് അറിയില്ല. എന്നിട്ടും അവര് നമ്മളോട് വെറുതെ ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ കുടിവെള്ളത്തിന്റെ മീറ്റിംഗ് എല്ലാ വീടുകൾ തോറും കയറി പറഞ്ഞ പിന്നെ എന്ത് തെറ്റാന്നറിയില്ല ഞങ്ങൾ ചെയ്തത്. ബുധനാഴ്ച 5 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും വരണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതിന് പിന്നെ ഇവിടെ ഭയങ്കര പൊട്ടിത്തെറിയാണ്. ഞങ്ങളെ തണലെന്ന സംഘം 1 മാസം കൊണ്ട് പൂട്ടിക്കുന്നു വെല്ലുവിളിക്കുക, പരസ്യമായിട്ട് വെല്ലുവിളിക്കുക. ഇവിടെ ഉള്ളവർ കുറേ ആൾക്കാർക്ക് മീഡിയയുടെ മുമ്പിലോ പൊതുജനങ്ങളുടെ മുമ്പിലോ വന്നിട്ട് പറയാൻ കുറേ ആൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അവരവരെ വീട്ടിൽ നിന്ന് മാത്രം, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും വീടുകളിൽ നിന്ന് ചർച്ചകൾ മാത്രം. പക്ഷെ പുറത്തിറങ്ങി പറയാൻ ഒരാൾക്കും ധൈര്യമില്ല. ഇതാണ് ഇപ്പൊ നടന്നു നോക്കുന്നത്. ഞങ്ങളെ സംഘത്തിന് ഞങ്ങളെ സംഘത്തിനോ 11 അംഗങ്ങൾ ഞങ്ങളുടെ സംഘത്തിലുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളോട് പറഞ്ഞ വ്യക്തികളെല്ലാം ഞങ്ങൾക്കറിയാം, എതിരായിട്ട് പറയുന്നത്. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഈ മീഡിയയുടെ മുമ്പിൽ പറയുന്നു, ഈ ആൾക്കാരെല്ലാം ഞങ്ങൾ എന്തായാലും പുറത്ത് ഞങ്ങൾ എന്തായാലും തുറന്നു കാണിക്കും. ഞങ്ങൾ 11 ആൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ സംഘത്തിന്റെ പേരിൽ. അത് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും കാണാൻ വേണം ഇത്.